ധാരാളം പൂക്കളും ചെടികളും മരങ്ങളും ഉള്ള ഒരു അതിമനോഹരമായ കാട്. അവിടെ ഒരു മരത്തിൽ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. അതിൽ തേനീച്ച റാണിയും ജോലിക്കാരും സസന്തോഷം ജീവിച്ചു പോന്നിരുന്നു. ജോലിക്കാർക്ക് വേണ്ട ആജ്ഞകളും നിർദ്ദേശങ്ങളും എല്ലാം വേണ്ട വിധം നൽകി റാണി അവരെ നിയന്ത്രിച്ചു പോന്നിരുന്നു. ഒരിക്കൽ വികൃതിക്കാരനായ ഒരു കരടിക്കുട്ടൻ കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവന്റെ ശ്രദ്ധ ആ തേനീച്ചക്കൂട്ടിൽ പെട്ടു. തേൻകൂട് കണ്ടതും കൊതിയനായ കരടിക്കുട്ടൻ തേൻ എടുക്കാനായി കൂട്ടിലേക്ക് ചാടി. ഇത് കണ്ട തേനീച്ചകളുണ്ടോ വെറുതെ ഇരിക്കുന്നു. തങ്ങളുടെ കൂട് നശിപ്പിക്കാൻ വന്ന കരടിക്കുട്ടനെ അവർ കുത്തി ഓട്ടിച്ചു. തേൻ കിട്ടാത്ത വിഷമവും തേനീച്ചകളുടെ കുത്ത് സഹിക്കാനാവാതെ കരടിക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. നേരം പുലർന്നതും പതിവ് പോലെ തേനീച്ച റാണിയും ജോലിക്കാരും തേൻ ശേഖരിക്കുന്നതിനായി പൂക്കൾ അന്വേഷിച്ച് പറക്കാൻ തുടങ്ങി. പറന്ന് പറന്ന് അവർ ഒരു വലിയ പൂന്തോട്ടത്തിലെത്തി. ആ പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളും ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. ചിത്രശലഭങ്ങളെ കണ്ടതും അഹങ്കാരിയായ റാണി പറഞ്ഞു, ഞങ്ങളുടേതാണ് ഈ പൂന്തോട്ടം. ഈ പൂക്കളുള്ള തേൻ മുഴുവൻ ഞങ്ങൾക്കുള്ളതാണ്. വേറെ ആരും തന്നെ ഈ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കാൻ പാടില്ല. ചിത്രശലഭങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളാണ് ആദ്യം വന്നത്. ഞങ്ങൾക്കും തേൻ ശേഖരിക്കണം. തേനീച്ചകളാകട്ടെ സമ്മതിച്ചു കൊടുത്തില്ല. അവർ തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. ആ സമയത്ത് തേനീച്ചകൾ ഓട്ടിച്ച കരടിക്കുട്ടൻ ആ വരി വന്നു. എന്താ കാര്യം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത് എന്ന് കരടിക്കുട്ടൻ ചിത്രശലഭങ്ങളോട് ചോദിച്ചു. തേനീച്ചകൾ ഞങ്ങളെ ഈ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കാൻ അനുവദിക്കുന്നില്ല. അവർക്ക് മാത്രമേ ഈ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കാൻ പാടുള്ളൂ എന്ന്. ഓഹോ, അപ്പോൾ നിങ്ങൾ ഈ പൂക്കളിൽ നിന്നുമാണല്ലേ തേൻ ശേഖരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ മുഴുവൻ എനിക്ക് വേണം. ഈ പൂക്കളിലെ തേൻ മുഴുവൻ ഞാൻ ശേഖരിക്കും എന്ന് പറഞ്ഞ് കരടിക്കുട്ടൻ തേനീച്ചകളെയെല്ലാം ആട്ടി ഓട്ടിച്ചു. എന്നിട്ട് ഒരു പൂനുള്ളി നോക്കി. എവിടെ തേൻ? ഇതിൽ തേനൊന്നും കാണാനില്ലല്ലോ. അത് കളഞ്ഞിട്ട് അടുത്ത പൂനുള്ളി നോക്കി. അതിലും തേനൊന്നും കിട്ടിയില്ല. ഉടനെ തേനീച്ചകൾ പറഞ്ഞു, എടോ മണ്ടൻ കരടി, നിനക്ക് ഈ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എന്നാൽ കരടിക്കുട്ടൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഓരോ പൂവായി നുള്ളി. തിരിച്ചും മറിച്ചും നോക്കിയിട്ടും കരടിക്കുട്ടന് ഒരു തുള്ളി തേൻ പോലും കിട്ടിയില്ല. ദേഷ്യം വന്ന കരടിക്കുട്ടൻ പൂക്കളും പൂന്തോട്ടവും എല്ലാം നശിപ്പിച്ചിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി. നശിച്ചു കിടക്കുന്ന പൂക്കളും പൂന്തോട്ടവും കണ്ട ചിത്രശലഭങ്ങൾക്കും തേനീച്ചകൾക്കും ഏറെ വിഷമമായി. വഴക്കിടാതിരുന്നു എങ്കിൽ ഈ പൂക്കളിൽ നിന്നെല്ലാം തങ്ങൾക്ക് തേൻ ശേഖരിക്കാമായിരുന്നു എന്നോർത്തവർ പശ്ചാത്തപിച്ചു. എന്നാൽ കരടിക്കുട്ടനാകട്ടെ തേൻ കിട്ടാത്ത വിഷമത്തിൽ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. രണ്ട് വേട്ടക്കാർ പന്തവും പിടിച്ച് കാട്ടിലൂടെ നടന്നു വരുന്നത് അവൻ കണ്ടു. എന്തിനാണ് ഈ വേട്ടക്കാർ പന്തവും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം? അവർ തേനീച്ചക്കൂട് ലക്ഷ്യമാക്കിയാണല്ലോ വരുന്നത്. തേനീച്ചക്കൂട് കൊണ്ടുപോവുകയാണ് അവരുടെ ഉദ്ദേശം. തേനീച്ചകളാകട്ടെ ആകെ പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ആകെ വിഷമിച്ചു. ഉടൻ തന്നെ കരടിക്കുട്ടൻ അക്രമാസക്തനായി അവർക്ക് നേരെ തിരിഞ്ഞു. കരടിക്കുട്ടന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ വേട്ടക്കാർ ഓടി രക്ഷപ്പെട്ടു. എന്റെ തേനീച്ചക്കൂട് എടുക്കാൻ വന്നിരിക്കുന്നു. തേനീച്ച റാണിക്കും മറ്റു തേനീച്ചകൾക്കും വളരെ സന്തോഷമായി. വേട്ടക്കാരിൽ നിന്നും തങ്ങളെ രക്ഷിച്ചതിന് അവർ കരടിക്കുട്ടനോട് നന്ദി പറഞ്ഞു. പ്രത്യുപകാരമായി തേനീച്ച റാണി കരടിക്കുട്ടന് മതിവരുവോളം തേൻ നൽകി. കരടിക്കുട്ടനും വളരെ സന്തോഷമായി. തേനീച്ച റാണിയോട് നന്ദി പറഞ്ഞ് കൈ നിറയെ തേനും കൊണ്ട് കരടിക്കുട്ടൻ യാത്രയായി.